വലിയ താറാവുകളൊക്കെ കണ്ടു എന്ന് പറയുന്നത് യാത്രയിൽ. ആ താറാവിനെ എന്ത് പറയാ? പെങ്കിൻ എന്നാണ്. ഈ പെങ്കിന്റെ ഒക്കെ കറി വെച്ച് തിന്നതൊക്കെ അദ്ദേഹം ഈ ഇതിൽ എഴുതിയിട്ടുണ്ട്. യാത്ര പോയി. ഓക്കെ, യാത്രയിൽ പല ക്ലേശങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 220 യാത്രക്കാരെ വെച്ചിട്ടായിരുന്നു ഇദ്ദേഹം യാത്ര ചെയ്തത്. യാത്ര ചെയ്യുന്നതിലിടക്ക് പല കപ്പലുകളും തകർന്ന് പല ആളുകളായിട്ട് യുദ്ധങ്ങളുണ്ടായി. മെഹല്ലെ ഈ ഈ മുളൂക്കു എന്നുള്ള ദ്വീപ് എത്തണതിന്റെ തൊട്ട് മുന്നേ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം മരണപ്പെട്ടു. സിഗസ്റ്റ ഈ ദുഃഖമൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കഥ കേൾക്കണം ഞങ്ങള്. ഇത് തിരിച്ചു വരുന്ന, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇത് തിരിച്ചു വരുന്ന സമയത്ത്, തിരിച്ച് സ്പെയിനിലേക്ക് വരുന്ന സമയത്ത് ഒരാളോട് ചോദിച്ച് ആ ദ്വീപിൽ ചെന്നിട്ട്, അടുത്തൊരു ദ്വീപിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു ആ ദ്വീപിൽ എന്താണ് ദിവസം എന്ന് ചോദിച്ചു. ഇവരെ ഡേ ബുക്കിലുള്ള ബുധനാഴ്ചയായിരുന്നു. ഇറങ്ങിയ ദ്വീപിൽ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ, ഇവരെ ഡേ ബുക്കിൽ, ഓരോ ഡേ ബുക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. 3 ഡേ ബുക്ക് എഴുതുന്ന ആളുകളുണ്ട്. ഈ എഴുതുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ പുസ്തകത്തിലുള്ളത് ബുധനാഴ്ചയാണ്. ഇറങ്ങി ഒരു നാട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർക്ക് വ്യാഴാഴ്ചയാണ്. ഒരു ഡേയുടെ ഡിഫറൻസ്. ഭൂമി മൊത്തം കറങ്ങി തിരിച്ച് അതേ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡേയുടെ ഡിഫറൻസ് വരും. അപ്പോഴാണ് പിന്നീടാണ് ബ്രിട്ടീഷുകാരൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഭൂമിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് ദിവസം മാറേണ്ടത് പിന്നീടും കണ്ടെത്തി. ആ കണ്ടെത്തുന്ന ഒരു സ്പെഷ്യൽ രേഖയുടെ പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. മനസ്സിലായ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഈ ഡേറ്റ് ലൈനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിച്ചു ഭൂമിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ്. ഇതിനാണ് ഞാൻ നേരത്തെ ചോദ്യം എന്തിനാ കണക്ട് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മള് ടെലസ്കോപ്പിലൂടെ ഈ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭൂമിനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ഗ്രഹങ്ങളും പിന്നെ അതുപോലെ തന്നെ പ്ലാനറ്റ്സും സണ്ണും മൂണൊക്കെ റൊട്ടേറ്റ് ചെയ്യും. ഇത് നമുക്ക് കാണാവുന്ന കുറച്ച് ക്ലൗഡിയാണ്, കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സുഖാനട്ട് ഓക്കെ അല്ലേ ടീച്ചറെ? നമുക്ക് കുട്ടികൾക്ക് 1 by 1 ആയിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. കുറച്ച് കഴിഞ്ഞ ക്ലൗഡ്. ഇപ്പൊ നമുക്ക് ജൂപ്പിറ്റർ എണീക്കാൻ വരട്ടിട്ടാ. കുറച്ച് കുട്ടികൾ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ പറയും. നമുക്ക് ഓക്കെ അല്ലേ? ആ 10 ഗ്രൂപ്പ് അല്ലേ? ഏത് ഗ്രൂപ്പിന്റെ? ഓക്കെ അല്ലേ? ഗ്രൂപ്പ് 1 ആണോ 10 ആണോ ആദ്യം വിളിക്കേണ്ടത്? ഓക്കെ, ഗ്രൂപ്പ് 1 ആദ്യം എണീക്കുക. ലൈനായിട്ട് അവിടെ ചെല്ലാം. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഇരിക്കും. ഗ്രൂപ്പ് 1 മാത്രം ലൈൻ തെറ്റിക്കാതെ അവിടെ നമുക്കേ ബാക്കിയുള്ള കുട്ടികളെ ശ്രദ്ധിക്കട്ടോ. നമുക്ക് കാണാൻ അവിടെ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്നുള്ള പ്ലാനറ്റ് കാണാൻ പറ്റും. ഏതിനാണ്? ഉറക്കെ പറയും. ജൂപ്പിറ്റർ കാണാൻ എങ്ങനെ? ജൂപ്പിറ്റർ കാണാൻ എങ്ങനെയായിരിക്കും? എർത്തിന്റെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഇരിക്കും. നമുക്കേ ടെലസ്കോപ്പിലൂടെ ജൂപ്പിറ്ററിനെ നമുക്ക് കാണാൻ പറ്റും. ജൂപ്പിറ്ററിന്റെ കൂടെ ഉള്ള സാറ്റലൈറ്റിന് ഒരു 3 സാറ്റലൈറ്റിന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഭൂമിയുടെ സാറ്റലൈറ്റ്. അത് ജൂപ്പിറ്ററിന് ഇതുപോലെ സാറ്റലൈറ്റ് ഉണ്ട്. ജൂപ്പിറ്ററിന്റെ മൂൺ എന്ന് വേണമെങ്കിൽ പറയാം.
ജൂപ്പിറ്റർ സാറ്റലൈറ്റ്, അതിന്റെ മൂന്ന് നല്ല പേര്. ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്തേ ഞങ്ങള് ഓരോ സമയത്തും ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കാരണം ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പ് ചെറുതായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ പരമാവധി ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ടെലസ്കോപ്പിനെ നിങ്ങൾ ടച്ച് ചെയ്യാതിരിക്കുക. ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും അറേഞ്ച് ചെയ്യേണ്ടി വരും. നോക്കുന്ന സമയത്ത് ഒരു കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഒരു കണ്ണായിട്ട് നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഞങ്ങൾ പരമാവധി ഇന്ന് കാണാവുന്ന എല്ലാ സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളെ കൂട്ടത്തില് ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആരാണ്? ആദമായ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ആദവിനെ വിളിച്ചിട്ട് ആദം വന്നില്ല. ലയ എന്നാ പേര്? ശ്രേയ. ഏത് പാട്ട് പാടുന്നത്? തമിഴ്. ആ, പാടിക്കോ പാടിക്കോ. തൊലവിലെ വെളിച്ചം ഒരു വെളിച്ചം കനവ് കരുതിടും ദിനം മേഘദൂരം പാട வேண்டும் മേഘ സാര வேண்டும் കാളിദാസൻ കാണ வேண்டும் വാനരിൽ വരും വാഴിൽ வேண்டும். ഓ, നല്ല ക്ലാപ്പ്. എന്താണ് ഇങ്ങനെ പിശുക്കുന്നത്? നല്ലൊരു ക്ലാപ്പ് ഉണ്ട്. നന്നായി പാടിയല്ലേ? ഒരാൾ കൂടി ഒരു ചാൻസ് തരാം. ആദമായ ചാൻസ് അല്ലേ? ഓക്കെ, പാടുന്നില്ലെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം. ചന്ദ്രന്റെ, നിങ്ങള് ചന്ദ്രനെ കണ്ടിട്ടില്ലേ? ചന്ദ്രനെ കാണുന്ന പൂർണ്ണ ചന്ദ്രനായിട്ട് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ 7-ാം തീയതി ഒക്കെ കാണുന്ന സമയത്ത് ചന്ദ്രന്റെ മേലെ ഒരു കറുത്ത ഡോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലാക്ക് ഹോൾ അല്ല, അതല്ല. ബ്ലാക്ക് ഹോൾസ് എൻ്റർലി ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. ഈ മൂൺ ക്രൈറ്റേഴ്സ് എന്നാണ് അതിന് പേര്. അല്ലല്ല, ചന്ദ്രന്റെ മേലെ പല തരത്തിലുള്ള ഉൽക്കകളൊക്കെ ലോപിച്ചിട്ടുണ്ട്. കേൾക്കണില്ലേ? ഓക്കെ അല്ലേ? ഇതിന് ഓരോ കുഴികൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കുഴികളുടെ ഓരോ കുഴികൾക്കും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തുള്ള കഥകളിൽ ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ഒരു കുഴിയുടെ പേര് അൽബറൂനി എന്നാണ്. അൽബറൂനി ക്രൈറ്റേഴ്സ് എന്നാണ്. അൽബറൂനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽബറൂനി കണ്ട ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലെ പുസ്തകമുണ്ട്. ഞാൻ ഈ കലണ്ടറിലെ ഒരു 14th-ലും 15th-ലും ഒക്കെ ഒരു ചെറിയ ഫുൾ വൈറ്റ് അല്ലാതെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഡോട്ട്സ് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ?
ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ എന്താണെന്നറിയാം. അൽബ്രൂനി ഗ്രൂപ്പ് 2 വായിക്കണോ? ഗ്രൂപ്പ് 1 അവിടെ കഴിയണോ? ഇല്ല ഇല്ല. അത് 10 ആവുന്ന സമയത്ത് ഞാനൊരു രസം പറയുന്നുണ്ട്. 10-ന് ഒറിയോൺ സ്റ്റാർ ഉദിച്ചു വരുന്നുണ്ട്. ഒറിയോൺ കേട്ടിട്ടുണ്ടാവും? ഒറിയോൺ ബിസ്ക്കറ്റ് കേട്ടിട്ടുണ്ടാവും? ഒറിയോൺ സ്റ്റാർ കേട്ടിട്ടുണ്ടാവും? ഒറിയോൺ എന്ന് പറഞ്ഞാലേ വേട്ടക്കാരൻ എന്നാണ്. ഗ്രീക്ക് ഭാഷയില് ഒരു വേട്ടക്കാരൻ ഒരു അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ സ്റ്റാറിനെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ആനനെ പകരത്തിന് കണ്ടില്ലേ? കണ്ടിട്ടോ? പണ്ട് കാലത്തെ ഇതുപോലെ സ്റ്റാർസിന് ആൾക്കാർ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഓരോ ചിഹ്നങ്ങൾ വരക്കും. ആ ചിഹ്നങ്ങൾ വരച്ചിട്ട് അതിന് ഓരോ പേര് കൊടുക്കും. ഇപ്പോ ഒറിയോൺ എന്ന് പറഞ്ഞത് ഒരു വേട്ടക്കാരന് ഒരു അമ്പും വില്ലൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ആകാശത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു 3 സ്റ്റാർ ഡോട്ട് വെക്കണ കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റാറിന്റെ പേരെന്താന്ന് അറിയോ? പറയൂ കൈ വന്നിച്ചില്ലേ? ഒറിയോൺ സ്റ്റാറിന്റെ 100 അല്ല, ഒറിയോൺ സ്റ്റാറിന്റെ ബെൽറ്റിന്റെ പേരാണ് ഈ 3 സ്റ്റാർ. കിബില സ്റ്റാർ എന്നാണ് അറിയപ്പെടുക. എന്താണ്? എന്താ? ഉറക്കം പറയും. പണ്ട് ആളുകൾ കിബില നോക്കാനോ ഉപയോഗിച്ചിരുന്നത്, ദിശ നോക്കാനോ ഇത് ഉപയോഗിച്ചിരുന്നു. കപ്പൽ യാത്രക്കൊക്കെ ഈ സ്റ്റാറാണ്, ഒറിയോൺ സ്റ്റാറാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒറിയോൺ സ്റ്റാറിന്റെ ഈ 3 സ്റ്റാറുകളുടെ ഒരു പേരാണ് അൽ-നിലാം, അൽ-നിതാഖത്ത്, മിൻതാഖ എന്നുള്ള പേര്. അൽ-നിലാം, അൽ-നിതാഖത്ത്, മിൻതാഖ. പേര് പിന്നീട് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. നിങ്ങളെ മൊബൈലൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാലേ സ്കൈ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. എന്താണ്? ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാലിബ്രേറ്റ് ചെയ്യും. മൊബൈൽ കാലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ അറിയാം. ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് 8-ന്റെ ആകൃതിയിൽ മൊബൈൽ ഇങ്ങനെ തിരിക്കും. 8 എന്നുള്ള ദിശയിൽ മൊബൈൽ തിരിക്കും. അതിനാണ് മൊബൈൽ കാലിബ്രേഷൻ ചെയ്യുക. ഈ കാലിബ്രേഷൻ ചെയ്തതിന് ശേഷം ഈ സ്കൈ വ്യൂ എന്നുള്ള ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റാർസ്. നല്ല ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യം നിങ്ങൾ കേട്ടോ? ഈ സ്റ്റാർസിനൊക്കെ ആരെ നെയിം ഇട്ടുള്ളത് ആർക്കെങ്കിലും അറിയോ? നേരത്തെ ഞാൻ മെഗല്ലത്തിന്റെ യാത്ര പറഞ്ഞില്ലേ? മെഗല്ലം അതേ യാത്ര ചെയ്യുന്ന സമയത്ത് അതേ യാത്ര ചെയ്യുന്ന സമയത്ത് ആകാശത്തില് കുറച്ച് നക്ഷത്രങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്ര ഞാൻ കംപ്ലീറ്റ് പറഞ്ഞില്ലല്ലോ. ആ യാത്ര പുറപ്പെട്ടിട്ട് അതേ 220 ആൾക്കാര്, അത് കേൾക്കട്ടോ, 220 ആൾക്കാർ പുറപ്പെട്ടിട്ടേ കുറേ ആൾക്കാർ കപ്പല് തകർന്ന് കപ്പലിൽ വെള്ളം കയറി. ഇല്ല കഴിഞ്ഞ ഒരു ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയണോ കേട്ടോ. സെക്കൻഡാ? ഫസ്റ്റ് എല്ലാരും കണ്ടോ? കണ്ടോ? കണ്ട എക്സ്പീരിയൻസ് എല്ലാരോടും പറയും. എന്താ കണ്ടെന്ന് പറയും? ഒരു വൈറ്റും ബ്രൗണിഷും മിക്സ് ആയിട്ട് ഒരു ഡോട്ട്. അതിന്റെ പേര് പറയും. ജൂപ്പിറ്റർ ഉണ്ട്. അതിന്റെ കൂടെ ഉള്ള ആരൊക്കെ കണ്ട്? 3 ഡോട്ട് ഉണ്ട്. അതെന്താ? അതിന്റെ സാറ്റലൈറ്റ് ആണ്. അപ്പൊ അത് ചോദിക്കണ്ട അതിന്റെ പേരൊക്കെ. അത് ചോദിക്ക്. അത് ഇനി ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് ടീച്ചർ അവിടെ സെക്കൻഡ് ട്രിപ്പ് വായിക്കണം. ഓക്കേണോ?
ആ സെക്കൻഡ് ബാച്ച് പോയിക്കോളൂ. സെക്കൻഡ് ടീം സെക്കൻഡ്. എന്നിട്ടേ മെഗലത്തിന്റെ യാത്ര പോണേലിടക്ക് കപ്പലിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു ചൊറി പോലത്തെ ഒരു അസുഖം പിടിച്ചു. ഒരു ഭയങ്കര സ്കിന്നൊക്കെ അടർന്നു പോകുന്ന പോലത്തെ ഒരു അസുഖം. വിറ്റാമിൻ സിയുടെ കുറവുകൊണ്ട് ഇന്ന് ഉണ്ടായില്ല. ക്യാപ്റ്റന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം അസുഖം ഉണ്ടായില്ല. അവര് സബർജിലിന്റെ ഒരു ജ്യൂസ് കുടിച്ചിരുന്നു. ആ അപ്പൊ പിന്നീട് അറബികളിലായിട്ട് കണ്ടെത്തിയ സമയത്ത് അവര് പറഞ്ഞു ഈ അസുഖത്തിന് ഓറഞ്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ക്യാപ്റ്റന്മാര് മാത്രം. അങ്ങനെ വഴിയിൽ അവർക്ക് ഓറഞ്ച് കളക്ട് ചെയ്യാൻ പറ്റി. അവര് യാത്ര വീണ്ടും തുടർന്നു. 220 ആൾക്കാർ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നത് ആകെ 20 ആൾക്കാരാണ്. ബാക്കി എല്ലാവരും മരിച്ചു. 220 ആൾക്കാർ യാത്ര ചെയ്തിട്ട് ബാക്കി 200 ആൾക്കാർ മരിച്ചു. അതില് അവരൊക്കെ ഇങ്ങനെ ഓരോ യാത്രയില് യുദ്ധങ്ങൾ നടന്ന് ഈ അസുഖങ്ങൾ പിടിപെട്ട് കപ്പല് അപകടങ്ങൾ ഉണ്ടായി, കപ്പല് തകർന്ന്. ഇതില് ഫിഗസ്റ്റ പറയുന്ന കുറച്ച് ആളുകള് അവര് ഈ മുളൂക്കു ദ്വീപിൽ അകപ്പെട്ട് ഇവരെ എന്നിട്ട് അകപ്പെട്ടിട്ട് അവര് പോർച്ചുഗീസുകാര് ഇവരെ പിടിച്ചിട്ട് കുറേ ഉപദ്രവിച്ച് അവരെ കൊണ്ട് കുറേ പണിയെടുത്ത് അടിമപ്പണി പോലെ എടുപ്പിച്ച്. അവരെ കുറെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ്. അത് ഏതാ സ്ഥലം എന്നറിയോ? അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ കറക്റ്റ് ആൻസറാണ്. അവരെങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, വേൾഡിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു യാത്രയുടെ ഒരു ഭാഗം കേരളമായിരുന്നു. കേരളത്തിൽ അവരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഒരു കോട്ടൊക്കെ ഉണ്ടാക്കിയത്. മാനുവൽ കോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കൊച്ചിയിലുള്ള ഇമ്മാനുവൽ ഫോർട്ട് കൊച്ചിയിലുള്ള ഇമ്മാനുവൽ ഫോർട്ട്. ഇത് ഈ ടീമിലുള്ള ആളുകളെ കൊണ്ട് ഉണ്ടാക്കിച്ച ഒരു ഫോർട്ടായിരുന്നു. അവർ ഒരുപാട് ഉപദ്രവിച്ച്. അന്ന് ആ സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു ക്യാപ്റ്റന്റെ പേരാണ് വാസ്കോ ഡ ഗാമ. പിന്നീട് അവര് പോർച്ചുഗീസും സ്പെയിനുമായിട്ടുള്ള ധാരണ ഉണ്ടായി. അവരെ പിന്നീട് തുറന്നു വിടുകയാണ് ചെയ്തത്. യുദ്ധങ്ങളൊക്കെ പലതും നടന്നു. ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. പോർച്ചുഗീസുകാർ ആ സമയത്ത് അന്ന് ലോകമൊക്കെ മെയിൻ ഭരിച്ചിരുന്ന ആളുകളൊക്കെ ക്രിസ്ത്യൻ പോപ്പ് വിഭാഗത്തിലുള്ള ആളുകളായിരുന്നു. അവര് 1582 ഒക്ടോബർ 3 വന്നിട്ട് പറഞ്ഞ് നാളെ ഒക്ടോബർ 4 അല്ല, നാളെ ഒക്ടോബർ 14 എന്ന് പറഞ്ഞു. 10 days ചരിത്രത്തിൽ മായ്ച്ചു കളഞ്ഞു. അതിന്റെ മുമ്പുണ്ടായിരുന്ന കലണ്ടറിന്റെ പേരാണ് ജൂലിയൻ കലണ്ടർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൂലിയൻ കലണ്ടർ കേട്ടിട്ടുണ്ടോ? ജൂലിയസ് സീസർ ഉണ്ടാക്കിയാൽ ജൂലിയസ് സീസർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പറയും. ഓക്കെ. ഓഗസ്റ്റ് സീസർ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിലാണ്, ഒന്ന് ജൂലിയസ് സീസറിന്റെ പേരിലാണ് ജൂലൈ എന്നുള്ള മന്ത്രം. ഓഗസ്റ്റ് സീസറിന്റെ പേരിലാണ് ഓഗസ്റ്റ് എന്നുള്ള മന്ത്രം. ടീം 2 കഴിഞ്ഞോ? ഓക്കെ. ടീം 3 മൂന്നാമത്തെ ടീം പോവാ. ഇത് ടെലസ്കോപ്പിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റാർ വാക്ക് ഇതുപോലെ കാണാം. ക്ലൗഡിയാണ് സാധാരണ. നിങ്ങൾ ആരെങ്കിലും ഡിസംബറിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്രാവശ്യം കണ്ടത്? കഴിഞ്ഞ പ്രാവശ്യവും കണ്ടിട്ടുണ്ടോ? അതിന്റെ മുന്നത്തെ പ്രാവശ്യം മാഷെ നിങ്ങളുടെ ഓർമ്മയിലേറ്റം ഡിസംബറിൽ മഴ പെയ്തിട്ടുണ്ടോ? ഈ 2 തവണ അല്ലാതെ ഏതാ? കഴിഞ്ഞ വർഷം പെയ്തിട്ടുണ്ട്. ഇല്ലല്ലേ? ഓക്കെ.
എന്തുകൊണ്ടാണ് ഈ ഡിസംബറിൽ ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് മഴ പെയ്യുന്നത്? ക്ലൈമറ്റ് ശരിക്ക് അസ്ട്രോണമി ഒക്കെ ഞങ്ങൾക്ക് അമേച്ചർ അസ്ട്രോണമേഴ്സിന് ആകാശം കാണാൻ ഏറ്റവും നല്ല മാസങ്ങളിൽ ഒന്ന് ഡിസംബറും ഒന്ന് ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിങ് വന്നുകൊണ്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രെഡിക്റ്റബിൾ അല്ലാതായി മാറിയിരിക്കുകയാണ്. മഴ ഡിസംബറിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറൗണ്ട് ഞങ്ങളൊരു കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഡിസംബറിൽ ഒരു ലാസ്റ്റ് 50 years ആയിട്ട് മഴ പെയ്തിട്ടില്ല. ലാസ്റ്റ് 2 yearsന്റെ കണക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 49 വർഷമായിട്ട് ഇതിന്റെ റിപ്പോർട്ടിംഗ് എഴുതി വെക്കാറുണ്ട്. അതിന്റെ മുന്നേ റിപ്പോർട്ടിംഗ് എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിങ് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇനി അടുത്ത തവണ നിങ്ങളെ കാണുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ അല്ലേ? നമ്മൾ രണ്ടാമത്തെ ആളുടെ കഥ ഏതാ പറഞ്ഞത്? അൽബിറൂനി. അൽബിറൂനിയുടെ ക്രൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞില്ല, മൂൺ ക്രൈറ്റേഴ്സിനെ കുറിച്ചിട്ട് കഥ ശ്രദ്ധിക്കുന്നില്ലേ? ആരെ കുറിച്ചിട്ടാ നീ പറഞ്ഞത്? അൽബിറൂനി. അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള ഇബ്നു സീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് യാത്ര ചെയ്യാൻ. ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ കുറിച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഇബ്നു സീനയുടെ കുട്ടികൾ കേൾക്കണില്ലേ? ഓക്കെ ആണോ? ഇനി ഒരു നായയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഡോഗിന്റെ കഥയാണ്. ഓക്കെ. അൽബിറൂനി അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഇബ്നു സീനയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ടീം ചെല്ലിട്ടോ. ടീം 4 അതല്ല, ടീം 4 കുട്ടികളാണ് ചെല്ലിട്ടാ. ടീം 4 ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കും. അൽബിറൂനിയും കേൾക്കണില്ലേ? കഥ കേൾക്കണോ? അത് നിങ്ങൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്ങനെ കഥ പറയാ? ഓക്കെ, മോളിരിക്കും. ഓക്കെ. അൽബിറൂനിയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേരെന്താണ്? ഇബ്നു സീന. ഇവര് യാത്ര ചെയ്യുന്ന സമയത്ത് അൽബിറൂനി എന്ന് പറഞ്ഞാല് ഒരു ഗോളശാസ്ത്ര അറിവ് നേടിയ ആളാണ്. ഇബ്നു സീന എന്ന് പറഞ്ഞാല് മെഡിക്കൽ രംഗത്ത് അറിവ് നേടിയ ആളാണ്. ഇവര് യാത്ര ചെയ്തിട്ടാ. യാത്ര ചെയ്ത് രാജാവിനെ പേടിച്ചിട്ടാണ് യാത്ര ചെയ്തത്. കേൾക്കണില്ലേ? മോൾ അവിടെ ഇരിക്കും. ഓക്കെ. യാത്ര ചെയ്തിട്ടേ ഇവര് രണ്ടുപേരും യാത്ര ചെയ്തിട്ട് ഒരു വീട്ടിലെത്തിയ സമയത്ത് രാത്രിയായപ്പോ ഇവര് പുറത്ത് ഒരു കട്ടിലിട്ടിട്ട് കിടക്കാൻ തീരുമാനിച്ച സമയത്ത് അവിടുത്തെ വീട്ടിലെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കർഷകനാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു വീട്ടിന്റെ പുറത്ത് കിടക്കണ്ട, ഇന്ന് മഴ പെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ കൂടെ ഇബ്നു സീന പറഞ്ഞ ഈ കൂടെ വന്ന ആള് ഇന്ത്യയിലും പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഗോളശാസ്ത്രത്തിൽ അത്ര അറിവുള്ള ആളാണ്. ക്ലൈമറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ തെറ്റില്ല, ഇന്ന് മഴ പെയ്യില്ല എന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട കർഷകൻ അദ്ദേഹം പറഞ്ഞ് ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ പുറത്ത് കിടന്നുണ്ടെന്ന് പറഞ്ഞു. ഇവര് പുറത്ത് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല മഴ പെയ്തിട്ട് പിന്നെ രാവിലെ വന്നപ്പോ ഇവർക്ക് ആകെ ചമ്മലായി. മഴ പെയ്തല്ലോ. ഈ കർഷകന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എന്താ മഴ പെയ്യാൻ നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്ത്? ഞങ്ങൾ അറിവുകൾ അതിനെ ഉപയോഗിച്ചില്ലല്ലോ, നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്ത് ചോദിച്ചു. അപ്പൊ ഈ കർഷകൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു നായുണ്ട്, ഈ നായ സാധാരണ എല്ലാ ദിവസവും പുറത്താണ് കിടക്കാറ്, ഇന്ന് മാത്രം നായ അകത്ത് കയറി കിടന്നിരുന്നു. മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എൻ്റെ നായ വീട്ടിനകത്താണ് കയറി കിടക്കാറ് എന്ന് പറഞ്ഞു.
ഇബ്നു സീന അല്ലെങ്കിൽ അൽബറൂനിയൊക്കെ ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തുള്ള അല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്തുള്ള നായ്ക്കളെ അതുപോലെ പൂച്ചകളെ ഉറുമ്പുകളെയൊക്കെ നിരീക്ഷണം ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ചില മഴ പെയ്യുന്ന സമയത്ത് കറുത്ത ഉറുമ്പൊക്കെ വീട്ടിനകത്ത് വരാറുണ്ട് അല്ലേ? ചില പൂച്ചകൾ മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവർ പല ആക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. മഴ പെയ്യുന്നതിന് തൊട്ട് പിന്നായിട്ട് പക്ഷികളൊക്കെ ഒന്നാകെ പറന്നു പോകാറുണ്ട് ഇല്ലേ? നിങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറയും. അപ്പൊ നിങ്ങള് ഇനിയുള്ള ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ കുട്ടികളും അതുമായി ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടികൾ ഈ വെതർ റിപ്പോർട്ട്സ് നിങ്ങൾ നിരീക്ഷിക്കുന്ന ഓരോ മൃഗങ്ങളും പക്ഷികളും ചെറിയ ജീവികളും ഇതൊക്കെ എന്താണ് മാറ്റം വരുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് തലമുറക്ക്, അടുത്ത തലമുറക്ക്, ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ കണ്ടില്ലേ, നമുക്ക് ചൂട് കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ കഴിഞ്ഞ മീഡിയല്ല 36 ഡിഗ്രി വരെയാണ് കഴിഞ്ഞതിലൊക്കെ ചൂടുണ്ടായിരുന്നത്. ജൂലൈയിലൊക്കെ സെപ്റ്റംബറിലൊക്കെ ഉണ്ടായിരുന്നു. ദുബായിൽ 50-55 ഒക്കെ വരാറുണ്ട്. അത് ആ കാലാവസ്ഥ അങ്ങനെയല്ല. ദുബായിലും സൗദിയിലൊക്കെ മരുഭൂമിയിലൊക്കെ പച്ചപ്പ് നേരിടും. സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇത് ആലോചിച്ചു. അന്റാർട്ടിക്കയില് സാധാരണ മഞ്ഞ് മലയല്ല ഉണ്ടാവുക, അവിടെ പച്ച കളറിൽ പുല്ലുകൾ വരാൻ തുടങ്ങി. മൊത്തത്തില് ഭൂമിയില് ക്ലൈമറ്റ് ചേഞ്ചിങ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. നിങ്ങളെ പോലെയുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു റിപ്പോർട്ടിംഗ് പുസ്തകം ഉണ്ടാക്കണം. ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും അതിന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എഴുതി വെക്കണം ഓരോ ദിവസവും എന്താണ് ഇന്നത്തെ ദിവസം മഴ പെയ്ത് എന്താണ് പ്രത്യേകത. ഈ റിപ്പോർട്ട്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കറക്റ്റായിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ള സ്റ്റൈല് പറഞ്ഞു കൊടുക്കാൻ. ഫോർത്തല്ലായിട്ടുള്ളൂ. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ ചെല്ലായിരുന്നു കേട്ടോ. ഫിഫ്ത്ത് ഗ്രൂപ്പില് ഞാൻ പിന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് പോൾ നോക്കിയപ്പോ അതില് നോക്കിയില്ല. നിങ്ങളെ ഈ ടെലസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ പ്ലാനറ്റും അല്ലെങ്കിൽ ആകാശം നോക്കുന്ന സമയത്ത് പ്ലാനറ്റും സ്റ്റാർസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എങ്ങനെ? പ്ലാനറ്റ് കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നും അല്ല? ആകാശം നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് സ്റ്റാർ? വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ? സ്റ്റാർസ് ഒന്നുകൂടി അതിന്റെ ഒരു സ്പെസിഫിക് വേർഡിലേക്ക് വരട്ടെ. നിങ്ങള് ആ പാട്ട് കേട്ടിട്ടാ? ആ കറക്റ്റ്. സ്റ്റാർസ് ടിങ്കിൾ ചെയ്യും. സ്റ്റാർസ് എപ്പോഴും മിന്നിക്കൊണ്ടേയിരിക്കും. പ്ലാനറ്റ്സ് ആ ലൈറ്റ് മാത്രം ഇങ്ങനെ കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ ആ പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന പാട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കിയില്ലേ? കണ്ട കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? എന്താ നോർത്ത് പോൾ സ്റ്റാറാ? ഏറ്റവും വലിയ സ്റ്റാറിന്റെ പേരെന്താന്ന് അറിയോ? സണ്ണ് കഴിഞ്ഞാല് ശരിക്കും നമ്മളെ പകലായിരുന്നെങ്കിൽ നമുക്ക് സൺസ്പോട്ടൊക്കെ കാണായിരുന്നു. ഈ ആകാശത്തില് രാത്രിയിൽ കാണുന്ന ഏറ്റവും വലിയ സ്റ്റാറിന്റെ പേര് ആരെങ്കിലും അറിയാം? എന്താ? ആൽഫ
ഇത് കറക്റ്റ് ഉത്തരത്തില്ല. സീരിയസ് ആണ് ശരിക്കും അതിന്റെ പേര് അറബിയില് സുരയ്യ നക്ഷത്രം എന്നൊക്കെ പറയും. സിറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയും. കേട്ടില്ല? ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്റ്റാർസിനും ഓരോ ഡോട്ടേഴ്സിനും ഓരോ പേരുകൾ വിളിക്കുന്നുള്ളത്. സിറിയസ് എന്നാ. അപ്പൊ സീരിയസ് എന്നല്ലേ ഞാൻ കേട്ടത്. ഒരു ചിഹ്നം ഇങ്ങനെ വരച്ചിട്ടേ ഒരു സിംഹത്തിന്റെ രൂപം വരച്ചുണ്ടാക്കും. സിംഹത്തിന്റെ പറയും ആ സ്റ്റാർസിന്റെ പേരെന്താണെന്ന് ഒരു സിംഹത്തിൽ. നീയോ നല്ല ഉത്തരാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. മോളെ പേരെന്താ? ആയിഷ സഹന. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. പോരാ നല്ല ക്ലാപ്പ് കൊടുക്കുക. അതായത് ഒരു ചിത്രം ഒരു ഡോട്ട് വരച്ചിട്ട് ഒരു സിംഹത്തിന്റെ രൂപം കിട്ടിയതിനാണ് ലിയോ എന്ന് പറയാം. ലിയോ സിനിമ ഒക്കെ കിട്ടില്ലേ? ലയൺ എന്നുള്ള ഒരു വേർഡ് അതിന് പിന്നീട് വന്നതാണ്. അല്ലെങ്കിൽ ലിയോ എന്നുള്ള ഗ്രീക്ക് വേർഡാണ്. ലയൺ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണ്. അതിന് മലയാള ഭാഷ എന്താണ്? സിംഹം. മലയാളത്തില് ആ ചിത്രത്തെ എന്താ പേരും അറിയാം? മലയാളത്തിൽ അതിന്റെ പേര് സിംഹം അല്ല. ഇതിന് ആ ഒരു സ്പെസിഫിക് സ്റ്റാർസിന് ഒരു പേര് പറയും മലയാളത്തിൽ. ടീച്ചർക്ക് അറിയോ? ലിയോ സ്റ്റാറിന്റെ മലയാളം സിംഹം തന്നെയാണ് ഉത്തരം. സിംഹം എന്ന വേർഡ് വരുന്ന വാക്കാണ്. അല്ലല്ല എന്താണെന്നറിയോ? ചിങ്ങം കേട്ടില്ല? ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹം എന്നുള്ളതിന്റെ ഒരു കണക്ഷൻ സംസ്കൃത ഭാഷയായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് ചിങ്ങം. എന്താണ്? ചിങ്ങം നക്ഷത്രം. ഈ ഒരു വളരെ ഒരു സുന്ദരിയായ ഒരു ലേഡീനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റാർ ഇട്ടിട്ട് ഒരു സുന്ദരിയായ ലേഡീനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മലയാള പേര് ആർക്കെങ്കിലും അറിയാം? ടീച്ചർക്ക് അറിയോ? ഇല്ല. ഇതുപോലെ നേരത്തെ സിംഹത്തിന്റെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കന്നി. കന്യക എന്നുള്ളതിന്റെ ഒരു ഇതിൽ നിന്ന് വരുന്ന വേർഡാണ് കന്യ നക്ഷത്രം എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷ് പേര് ആർക്കെങ്കിലും അറിയോ? എന്താ? കന്നി എന്ന് പറഞ്ഞ മാസമാണ്. ചിങ്ങം എന്ന് പറഞ്ഞ മലയാള മാസമാണ്. തുലാം എന്ന് പറഞ്ഞ മാസമാണ്. വൃശ്ചിക മാസാണ്. തുലാം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഇപ്പൊ ഒരു മാസത്തിന്റെ പേര് പറഞ്ഞു. ആ മാസത്തിന്റെ പേര് എങ്ങനെ വന്നതെന്നുള്ളത് പേരെന്താന്ന് പറഞ്ഞു? തുലാം. തുലാം എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ആർക്കെങ്കിലും പറഞ്ഞു? എന്താ? കുറച്ച് ശരിയാണ്. ഞാനിപ്പോ ചിങ്ങം പറഞ്ഞെന്ന് കന്നി പറഞ്ഞെന്ന്. ഇപ്പൊ നമ്മളെ എങ്ങനെ സിക്സ്ത് ഗ്രൂപ്പ് 6th and 7th പോവാ. നമ്മള് തുലാസ് കണ്ടില്ല? ഈ തുലാസിന്റെ ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളതാണ് തുലാം മാസം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമ്മൾ ആരടി എന്താണ് മുയലിനൊക്കെ വരക്കില്ലേ, അതേപോലെ തുലാസിന്റെ ഒരു ചിഹ്നം വരച്ചു വെക്കും. അതിന് ഇംഗ്ലീഷിന് പേര് ലിബ്ര എന്നാണ്. ഒരു കാളക്കുട്ടന്റെ പേര് വരച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അല്ല ടോറസ്. ഒരു ഞണ്ടിന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ്
ഞണ്ട് ഞണ്ട് ആ ഞണ്ട് ഞണ്ട് സ്കോർപിയോ കറക്റ്റ് ഉത്തരാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കണോട്ടോ, ഇതൊക്കെ നേരത്തെ പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ കാലാവസ്ഥ പറഞ്ഞില്ലേ, സ്റ്റാർസിനെ കുറിച്ച് പറഞ്ഞു, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത മഴ പൗർണമിയിലാണ് പെയ്തത്. ഇപ്പൊ ചന്ദ്രന്റെ എവിടെ കലണ്ടർ? ഇപ്പൊ ഈ കലണ്ടറിൽ ചന്ദ്രൻ ചെറിയൊരു കലായി വളർന്ന് വളർന്ന് പൂർണ്ണ ചന്ദ്രനാവുന്നു. അത് ചെറുതായിട്ട് അമാവാസിയാവുന്നു. ഫുൾ മൂൺ ആവുന്നതിനാണ് പൗർണമി എന്ന് പറയാം. എന്താ ഫുൾ മൂൺ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിട്ട് ആകാശത്തിൽ കാണാൻ പറ്റും. ഇന്ന് എത്രാമത്തെ ചന്ദ്രക്കലയെന്ന് അറിയാൻ പറ്റുമോ? അതിന് ഡേറ്റ് നോക്കിയിട്ട് കണ്ടെത്തും. പകുതിയില് ഇന്ന് 22-ാം തീയതിയിലെ 21, 22 ദിവസങ്ങളിലെ ചന്ദ്രക്കലയാണ്. നല്ലൊരു ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? എങ്ങനെയാണ് റെഡ് മൂൺ ആവുന്നത്? എങ്ങനെയാണ് ആവുന്നത്? ആർക്കെങ്കിലും അതിന്റെ ഉത്തരം അറിയാം? റെഡ് കളർ കറക്റ്റാണ്. ഉത്തരം കറക്റ്റാണ്. പറഞ്ഞു കൊടുക്കും. സൂര്യന്റെ വെളിച്ചടിച്ചിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഈ റെഡ് കളറിന് വരുന്നത്. ഒരു മാസത്തിന് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് ബ്ലൂ മൂൺ കേട്ടത്? ബ്ലൂ മൂൺ, റെഡ് മൂൺ, ബ്ലൂ മൂൺ പറയുമോ? സൂപ്പർ മൂൺ കേട്ടില്ല? എന്താണ് സൂപ്പർ മൂൺ? നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നാലേ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ടീച്ചറെ, നമുക്ക് ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യല്ലോ അല്ലേ? ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചന്ദ്രന്റെ ക്രൈറ്റേഴ്സ് നമുക്ക് 11:30. നിങ്ങൾ നേരത്തെ കിടക്കണം, അതോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കിടക്കണം? നിങ്ങൾ റെഡിയാണെങ്കിൽ അതൊക്കെ കാണിച്ചു തരും. അതെ, അത് കഴിഞ്ഞ ക്യാമ്പ് ഫയർ ഉണ്ട്. എത്ര സ്റ്റാർ ഇനി ഓക്കെ. ഇപ്പൊ ഞങ്ങൾ എന്തൊക്കെ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? ചില കഥകളൊക്കെ ഓർമ്മയില്ലേ? എന്താണ് രാശി എന്ന് അറിയോ? രാശി ജാതകം എന്താണെന്നറിയോ? എന്താ ഇവിടെ വന്നിട്ട് പറയും. ആരാ ആഷിഖ് പേര്? നമുക്ക് വസീമിനെ പോലെയുള്ള ധൈര്യമുള്ള കുട്ടികൾ വന്നിട്ട് എന്തെന്നെ ആയിക്കോട്ടെ, അത് തെറ്റാണെങ്കിലും അത് പറയാനുള്ള ഒരു ധൈര്യം. രാശി എന്നുള്ളതിനെ കുറിച്ചിട്ട് വസീം പറഞ്ഞില്ല. രാശി അറിയില്ല, സാറ് ചോദിച്ചതല്ലേ? എന്താ ജാതകം ചോദിച്ചത്. ജാതകം പറഞ്ഞ ഹിന്ദുക്കളെ ഇതില് നമ്മള്
ജാതകം നോക്കും, ഓരോ പ്ലാനറ്റ്സ് അത് നോക്കും. കറക്റ്റ് നല്ലൊരു ക്ലാസ്. പണ്ട് കാലത്ത് ലാസ്റ്റ് വൺ എല്ലാവരും കേൾക്കണില്ലേ? ഓക്കെ. പണ്ട് കാലത്ത് ഈ കലണ്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് കലണ്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് കേൾക്കണില്ലേ? കേൾക്കണ്ടൊക്കെ ആന്ന് പറയും. കലണ്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് ആളുകള് സൂര്യനെ നോക്കും. സൂര്യൻ ഇത്ര നാഴികയിൽ ഇത്ര പൊസിഷനിലാണ് സൂര്യൻ എഴുതി വെക്കും. ചന്ദ്രനെ നോക്കിയിട്ട് ചന്ദ്രന്റെ എത്രാമത്തെ ദിവസമാണ് ചന്ദ്രക്കല എന്ന് എഴുതി വെക്കും. അതുകൂടാതെ തന്നെ നക്ഷത്രങ്ങൾ നോക്കും. നക്ഷത്രം നോക്കിയിട്ട് നക്ഷത്രം ചന്ദ്രന്റെ കൂടെ ഏത് പൊസിഷനിലാണ് നോക്കും. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഒരു രേഖപ്പെടുത്തിയിട്ട് പണ്ട് കാലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ജാതകം, അല്ലേ? പണ്ട് കാലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ജാതകം. ഈ ജാതകം പിന്നീട് വന്ന ആളുകൾ, പിന്നീട് കലണ്ടറൊക്കെ വന്നപ്പോൾ ആളുകൾ യൂസ് ചെയ്യാതെ, ആ സമയത്ത് ആളുകൾ, ചില ആളുകൾ ഇതിൽ അന്ധവിശ്വാസം കൂടി ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ മറ്റൊരു മനുഷ്യന് ഭാവി പറയാൻ കഴിയില്ല. പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജാതകം എന്ന് പറഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. മനസ്സിലായ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏതാ ജൂപ്പിറ്റർ? പറഞ്ഞോ. എന്താ എന്തിന്? പ്ലാനറ്റ്സിലെ ഓരോ പ്ലാനറ്റ്സിന്റെ പൊസിഷൻ. ഇപ്പൊ നമ്മളിപ്പോ കണ്ടപ്പോ ജൂപ്പിറ്റർ കണ്ടില്ലേ? അല്ല, അപ്പൊ കാണാൻ പോകും. ജൂപ്പിറ്റർ ഉള്ളത് ഉച്ചസ്ഥായിലാണ് ഇപ്പൊ ഉള്ളത്. 90 ഡിഗ്രിയിലാണ്, ഏറ്റവും ഉയരത്താണ് ഉള്ളത്. കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ഞാൻ വന്ന സമയത്ത് കിഴക്കൻ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കുഞ്ഞുണ്ട് പ്രസവിച്ചെന്ന് വിചാരിക്കുക. ആ സമയത്ത് നോട്ട് ചെയ്യും, ഇത് ജൂപ്പിറ്റർ ഇത്ര പൊസിഷനിലായിരുന്നു, മൂൺ ഇത്ര പൊസിഷനിലായിരുന്നു. അത് പണ്ട് കാലത്ത് ആളുകൾ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് അത് എഴുതി വെച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്ത ടീമായ ഏതാ? അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ദിശ കുറച്ച് തെറ്റിയിട്ടുണ്ട്. ബ്ലാക്ക് ഹോളില്ലേ, അതിന്റെ അറ്റ എവിടെ? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞതേ പഴയ കാലത്ത് ഒരു സണ്ണ് പോലത്തെ ഒരു നക്ഷത്രമായിരുന്നു. അത് എന്താണ് കത്തി 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 തീരെ ഇല്ലാതായിട്ട് വളരെ ഡാർക്ക് കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഇല്ലാതായി. ആ ബ്ലാക്ക് ഹോൾസിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പോലും അതിനെ അട്രാക്ട് ചെയ്തിട്ട് ലൈറ്റ് പോലും നമുക്ക് കാണില്ല. അത് പറയാൻ പറ്റില്ല, അതൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ പറയപ്പെടുന്നു. ബ്ലാക്ക് ഹോളില്ലേ മെയ്ഡായത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റാർ ഇല്ലാതായി. അതെ അതെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി ശ്രദ്ധിച്ചു കേൾക്കട്ടോ. ഓക്കെ, ഒറിയോൺ സ്റ്റാർ പറഞ്ഞതില്ലേ? ഒറിയോൺ സ്റ്റാറിന്റെ, ഒറിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടക്കാരൻ. ബിസ്ക്കറ്റ് അല്ല, വേട്ടക്കാരൻ. വേട്ടക്കാരന്റെ കാലിന്റെ ഒരു നക്ഷത്രത്തിന്റെ പേരെന്താന്ന് അറിയാം? ഒറിയോൺ സ്റ്റാറിന്റെ കാലിന്റെ നക്ഷത്രത്തിന്റെ പേരാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാല് എന്ന് അർത്ഥം അറബിക് പദമാണ്. റിജിൽ കറക്റ്റ് ആൻസർ ആണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. മോന്റെ പേരെന്താ? അമീനു എണീറ്റുന്ന നല്ലൊരു ക്ലാപ്പ്.
ഓക്കെ, ഒറിയോൺ സ്റ്റാറിന്റെ ഈ റീജിയനിലെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ, സാധാരണ സ്റ്റാർ വൈറ്റ് കളറിലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിബില സ്റ്റാർ? ഏതാ? അല്ലല്ലോ, കിബില സ്റ്റാർ പറഞ്ഞില്ലേ? ആ പറയും. കിബില സ്റ്റാറിന്റെ ഒക്കെ തൊട്ടടുത്ത ഒരു സ്റ്റാർ റെഡ് കളറിലാണ് ഉള്ളത്. എന്താണ്? വാ, എണീറ്റെന്ന് പറയും. കറക്റ്റാണ്, കറക്റ്റ് ആൻസർ. വാ, ആ സ്റ്റാറിന് എന്താ സംഭവിച്ചത്? ലുഹാദ് പറയും. ആ പറഞ്ഞോ പറഞ്ഞോ. ആ സ്റ്റാർ ചാവുമ്പോ നല്ല ക്ലാപ്പ് കൊടുക്ക്. ആ സ്റ്റാർ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ 600 years മുന്നേ ഉള്ള കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 600 വർഷം മുമ്പുള്ള കാഴ്ചയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ സ്റ്റാർ ഇപ്പൊ റൈറ്റ് നോ ചിലപ്പോ ആ സ്റ്റാർ ചത്തിട്ടുണ്ടാവും. ആ, മരിച്ചിട്ടുണ്ടാവും ആ സ്റ്റാർ. അതുകൊണ്ടാണ് ഏതെങ്കിലും സ്റ്റാർ മരിക്കാനായി അല്ലെങ്കിൽ അത് ഡെഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആ സ്റ്റാർ റെഡ് കളറിലാണ് ഫീൽ ചെയ്യുക. അയ്യേ, അത് ചെയ്യരുത്. മറ്റുള്ള കുട്ടികളൊക്കെ കാണില്ലേ? ബ്ലാക്ക് ഹോൾ പിന്നീട് പറഞ്ഞുതരാം. ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പോയാൽ തിരിച്ചു വരില്ല. എങ്ങനെ? അതാണ് പ്രകാശ വർഷം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ലൈറ്റ് ഇയർ കേട്ടില്ലേ? ഇത് ലൈറ്റ് ഇയറിനെ കുറിച്ച് പറഞ്ഞു. 600 years ലൈറ്റ് ഇയറിലാണ് ആ സ്റ്റാർ ഇരിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ഇനി നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സ്റ്റഡി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ, തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞത് ശരിക്കും നമുക്കിനി അടുത്ത മാസമായിട്ട് അല്ല ശ്രദ്ധിച്ച് കേൾക്കട്ടെ. തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ ഈ ലൈറ്റ് ഏതാ? ഈ കാണുന്ന ലൈറ്റ്സ് ഉണ്ടല്ലോ, ഇതൊരു 10,000-കണക്കിന് നക്ഷത്രം എന്ന് വിചാരിക്കുക. ടെലസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് തിരുവാതിര നക്ഷത്ര കൂട്ടത്തെ കാണാൻ പറ്റും. അത്ര അധികം നക്ഷത്രം, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്ര അധികം നക്ഷത്രം ഒരു സ്പെസിഫിക് പോയിന്റിൽ ഉണ്ടാവും. അതിനാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഏതാ? കണ്ടിട്ട് നമുക്കിത് ക്ലൗഡി കുറച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ നടക്കേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കാണാൻ പറ്റുമെങ്കിൽ തിരുവാതിര ഒക്കെ കാണാവുന്ന സ്ഥലമാണ്. ഈ സണ്ണിന്റെ പവർ ഇല്ലേ, പോവോ? അതിന്റെ പവറൊക്കെ അബ്സോർവ് ചെയ്ത് പോവോ? അത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതായി. സണ്ണ് ഇല്ലാതായിട്ട് ന്യൂസ് സ്റ്റാർസ് ഇതായിട്ട് ന്യൂസ് സണ്ണുണ്ടായി വരുമോ? അത് പറയില്ല. മൈക്ക ഇനി ഏതാ കഥ പറഞ്ഞേ? എന്തിന് ഇത് പഠിക്കാൻ തുടങ്ങിയത്? അത് ആകാശത്ത് നോക്കിയപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി. നമ്മളെ മാമുണ്ടാവാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഇങ്ങനെ വാരി തരില്ലേ, അപ്പൊ അമ്മമാരെ നമ്മളെ ഉമ്മ അങ്ങനെ പറയും, ഇങ്ങനെ കഴിച്ച ചന്ദ്രനാഥാന്നൊക്കെ പറയും. അതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആ, ചോദിക്കും. സ്റ്റാർ അത് തിങ്കൾ ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, ഇനി അടുത്ത കഥ പറഞ്ഞേട്ടെ. നമ്മളിപ്പോ ഏതാണ് അൽബ്രൂനിയുടെ കഥ കഴിഞ്ഞ് ഇനി ആരെ കഥ പറഞ്ഞേട്ടെ? പോപ്പ് ഗില്ലറിയുടെ കഥ പറഞ്ഞിട്ടുണ്ടോ? ഏതാ പോപ്പ് ഗില്ലറി? ആ, ഗില്ലറി.
അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതാ കഥ പറഞ്ഞത്? അതാ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല, ഇനി പറയാൻ പോണത് നമ്മൾ ഉപയോഗിക്കുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള കലണ്ടർ ഇല്ലേ, ആ കലണ്ടറിന്റെ പേരെന്താ? അല്ലല്ല, എല്ലാരും സ്റ്റാറിനൊക്കെ കണ്ടോ? ഇവരെല്ലാരും ഒന്ന് സാറൊന്ന് പോയിട്ട് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, നല്ലതാണ്. അതെ, ഇത് ഒരു ടീം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർസിനെ അതിൽ വെച്ച് പറഞ്ഞു കൊടുക്കാം പെട്ടെന്നേ ക്യാമ്പ് ഫയറിലേക്ക് പോകും. അതെ അതെ അതെ, ടൈം ഇങ്ങനെ ഓരോ ടൈം ഇങ്ങനെ സെറ്റ് ചെയ്യണോണ്ടാണ് സമയം എടുത്തത്. ജനറൽ ആയിട്ടൊന്ന് ആകാശത്തുള്ള കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ലേസർ ഉണ്ട് അതിന്റെ. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറയായിരുന്നു. അതൊക്കെ ഓഫ് ചെയ്യാം. സാറ് ഡൗട്ട്, ഇപ്പൊ കൽപ്പന ചവളല്ലേ, ശരിക്കും ചിലർ പറഞ്ഞ ലാൻഡ് ആവുമ്പോ ആക്സിഡന്റ് ആണ്, ചിലർ പറഞ്ഞ് ഒരു മീറ്റർ സ്റ്റോർ ഒന്ന് ഇടിച്ചിട്ട് ആക്സിഡന്റ് ആയതാണ്, അല്ലെങ്കിൽ വിങ്സ് പൊട്ടിയിട്ട് ആക്സിഡന്റ് ആണ്. അത് ശരിക്കും എന്താ സംഭവിച്ചു? പല കോൺട്രവേഴ്സികളും ഉണ്ടായില്ല. ശരിക്കും എന്താ സംഭവിച്ചു? ലാസ്റ്റ് ചെയ്ത് പൊട്ടി. ഇനി ഏതാ കാണാൻ ബാക്കിയുള്ള ടീം? ഏതാ? ടീം 10 അല്ലേ? അവിടെ റെഡി ആയത് ചോദിച്ചു. ക്ലൗഡി മാറി ചോദിച്ചു. ആയിട്ടില്ല അല്ലേ ക്ലൗഡിയ? ചെറിയ ക്ലൗഡി ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമയം എടുക്കുന്നത്. ഓക്കെ, പോപ്പ് ഗഗറിയുടെ കഥ പറഞ്ഞു. അതിന്റെ മുന്നേ ജനുവരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഗ്രീക്ക് വേർഡാണ്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? മന്താണ്. അതിന്റെ എന്താ സ്പെസിഫിക് എന്നുള്ളത്? മാർച്ച്. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ളതൊക്കെ ഗ്രീക്ക് ദൈവങ്ങളുടെ പേരാണ്. ഗ്രീക്ക് ദൈവങ്ങളുടെ പേരാണ്. ജൂലിയസ് സീസറുടെ പേരാണ് ജൂലൈ എന്നുള്ളത്. ഓഗസ്റ്റ് സീസറുടെ പേരാണ് ഓഗസ്റ്റ് എന്നുള്ളത്. ആദ്യം ഇത് 10 മാസത്തെ കലണ്ടർ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. നല്ല ചോദ്യമാണ്, ഓർത്ത് വെക്കണം. അപ്പോ ബാക്കിയുള്ള കുട്ടികൾ കേൾക്കില്ലേ ബാക്കിലെ? ഓക്കെ ഓക്കെ, നവമി എന്ന് പറഞ്ഞാൽ എന്താ? നവമി. ആ, നവമി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അല്ലെങ്കിൽ സംസ്കൃതത്തിലെ നവമി എന്ന് പറഞ്ഞാൽ എന്താ? നവമി എന്ന് പറഞ്ഞാൽ 9 എന്ന് അർത്ഥം. ദശമി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 10. നവമി എന്ന് പറഞ്ഞത് നവംബർ എന്ന് പറഞ്ഞത് 9ാമത്തെ മാസമായിരുന്നു. ദശമി ഡിസംബർ 10ാമത്തെ മാസമായിരുന്നു. ഒക്ട എന്താ? ഒക്ട 8. ഒക്ട എന്നുള്ളത് 8ാമത്തെ മാസമായിരുന്നു, ഒക്ടോബർ. സപ്തമി എന്താ? സപ്തമി 7. സപ്തമി എന്ന് പറഞ്ഞാൽ 7ആണ്. സപ്തമി എന്നുള്ളത് സെപ്റ്റംബർ എന്നുള്ളത് 7ാമത്തെ മാസമായിരുന്നു. അതായത് 7, 8, 9, 10 അതൊക്കെ ആ മാസത്തിലെ 2 മാസങ്ങൾക്കിടക്ക് 2 മാസങ്ങൾ ആഡ് ചെയ്തു. അതാണ് ജൂലൈ, ഓഗസ്റ്റ്. അങ്ങനെയാണ് 12 മാസത്തെ കലണ്ടർ ഉണ്ടായത്. കുറച്ച് പാട്ടുകൾ ചെറിയ സ്റ്റാർസിന്റെ ഒക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ബോസ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഇപ്പൊ ഞങ്ങള് ഇത് പ്രിൻസിപ്പൽ അല്ലേ, അതേപോലെ സ്റ്റാർസിനൊക്കെ അതിന്റെ ഇത് ഉണ്ടാവും, ബോസ് ഉണ്ടാവും. അതിന്റെ വലിയ സ്റ്റാർ എന്താണ് ബ്ലാക്ക് ഹോള്? അത് പറയാൻ പറ്റില്ല, അതൊന്നും ഫൈൻഡ് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്ന ഓരോ അസംപ്ഷൻസ് പറയുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ മുന്നേ ഞാൻ എവിടെ പറഞ്ഞു നിർത്തി? ഗ്രീക്ക് ദൈവങ്ങളൊക്കെ പേരൊക്കെ ഉണ്ടായിരുന്നത് ഏത്? ഈ കലണ്ടർ. പിന്നീടാണ് പോപ്പ് ഗഗറി ഇതിന് 10 days നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 10 days മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ കലണ്ടർ ഉണ്ടാക്കി. ഈ കലണ്ടർ എന്നാ സ്റ്റാർട്ട് ചെയ്ത്? ഒക്ടോബറിൽ 10 days. ഡിസംബർ അല്ല, ഒക്ടോബറിൽ. ഓക്കെ, അവിടെ ക്ലൗഡ് മാറിക്കഴിഞ്ഞാൽ ഒന്ന് പറയാൻ പറയുന്നുണ്ടോ?
ഞാനൊന്ന് അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. ഏതൊരു കുട്ടി പാട്ട് പാടാ? ആരാ? വായോ നിങ്ങള് മറ്റുള്ളവരെ പേര് പറയാതെ ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് പാടാം. ഏതാ? സെഹല വാ, സെഹല വായ, ഇത് മിമിക്രി ആവാ 2 മിനിറ്റ്. ഇനി ആരെങ്കിലും കുട്ടികളുണ്ടോ? വാ, അവര് ഒരു വരി പാടിയാൽ മതി. വാ, വാ, വാ. വേറെ ആരെങ്കിലും ഒരാൾക്ക് പാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ഒറ്റ ആൾക്ക്. വെള്ളം കുടിച്ച് കഴുത്തിന്റെ വെള്ളം കുടിക്കണോ? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കലണ്ടർ ആർക്കാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് കുട്ടികളുടെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഈ കലണ്ടർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഈ കലണ്ടറിൽ അമാവാസി ദിവസം കേട്ടിട്ടുണ്ടോ? ചന്ദ്രൻ ഒരു തീരെ കരയില്ലാത്ത ദിവസമാണ് അമാവാസി ദിവസം. നിങ്ങളെ കൂമൻ എന്നുള്ള സിനിമ ഉണ്ടോ? കൂമൻ എന്നുള്ള സിനിമ ഉണ്ടോ? ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ള കൂമൻ എന്നുള്ള സിനിമ ഉണ്ടോ? ആസിഫ് കൊറേ ആസ്ട്രോണറ്റ്സ് ഇല്ലേ സ്പേസില് ഫ്യൂലിൽ അത് ഒടുങ്ങിയപ്പോ ഇലോൺ മസ്ക് അയച്ചൊരു സ്പേസ് സഹായിച്ച് സ്പേസ്ഷിപ്പ് ഈ സിനിമയില് അമാവാസി ദിവസത്തില് ആളുകളെ കൊലപ്പെടുത്തിയിട്ട് പല പൂജകൾ ചെയ്യാൻ, അതാണ് മോൻ പറഞ്ഞത്. ആ കഥ പറഞ്ഞു. വായ വായ അത് മതി, അറിയുന്ന പറഞ്ഞാൽ മതി. അറിയുന്ന പറഞ്ഞാൽ മതി. ലാസ്റ്റത്തെ പറഞ്ഞാൽ മതി. നല്ല ക്ലാപ്പ് കൊടുക്കുക, പറയാൻ ധൈര്യം കാണിച്ചില്ല. അപ്പൊ ഈ കൂമൻ അതി ശ്രദ്ധിക്കണ്ട. കൂമൻ എന്നുള്ള ഈ സിനിമയില് അമാവാസി ദിവസത്തില് ആളുകളെ പൂജ ചെയ്ത് കൊലപ്പെടുത്തായിരുന്നു. പണ്ട് ഇന്ത്യയിലും അറബി നാടുകളിലൊക്കെ ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടായിരുന്നു. ആളുകളെ അമാവാസി ദിവസത്തില് ആളുകളെ ഉപദ്രവിക്കുമായിരുന്നു. കള്ളന്മാരൊക്കെ ഇറങ്ങാവുന്ന ദിവസങ്ങളാണ്. കാരണം പൂരാക്കൂരിട്ട് എന്താ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടത്? ആ ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാവർക്കും സ്റ്റാർസിനെ കാണാം. അപ്പൊ സ്റ്റാർസ് ക്ലിയർ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങോട്ട് വന്നോളൂ. എർത്തിന് മാത്രമായിട്ടുള്ള എർത്തിന് തന്നെ ഒരു എക്സ്ട്രാ പ്ലാനറ്റ് മൂന്ന് പോലെ എക്സ്ട്രാ പ്ലാനറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അത് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്തല്ലേ? ഓഫ് ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി.